ഹലോ, നമ്മളിന്നൊരു നൈറ്റ് ഔട്ടിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോവാണ് കേട്ടോ. കുഞ്ഞമ്മണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇക്കായ റെഡി ആവുകയാണ്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെ സ്വന്തം ബോൺസായി എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. നമ്മൾ ഓച്ചറിയിൽ വന്നതാണ്. 28 കഴിഞ്ഞു, പക്ഷെ നമ്മൾ അതിൻ്റെ പിറ്റേന്നാണ് കേട്ടോ നമ്മൾ ഇത്രയും ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം 28 നമുക്ക് ഇത്രയൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ തലേന്ന് വന്നിട്ട് നമ്മൾ തിരിച്ചു പോയെന്ന്. കാരണം കുഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞമ്മണിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് കേട്ടോ. അവളിങ്ങനെ നോക്കുകയാണ്. ആളുടെ കണ്ണ് കാളയിലൊന്നും അല്ല, ഇങ്ങനെ കളിപ്പാട്ടം ഏത് വേണമെന്ന് നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഉത്സവപ്പറമ്പുകളിലുള്ള കടല, പട്ടണി ആ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ 1, 2, 3 സ്ഥാനങ്ങളിലുള്ള കാളകൾ. ഇതിനകത്തുള്ള നമ്മുടെ കാലഭൈരവൻ്റെ കമ്പാക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ജനങ്ങൾ ഇത്രയും തടിച്ചു കൂടിയിരിക്കുന്നത്. അതൊരു നല്ല കമ്പാക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് മീറ്റ് ചെയ്തതാണ് കേട്ടോ. അവളോട് ഞാൻ പറയുകയാണ് ഇതൊരു അമ്മയാണെന്ന്. അപ്പോൾ അവൾ ഒരു അമ്മയല്ല, ചീച്ചി എന്ന് വിളിപ്പിക്കരുതെന്ന് പറയാം കേട്ടോ. നമ്മുടെ കുഞ്ഞമ്മണിക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണെല്ലാം ഇങ്ങനെ ഒന്ന് നോക്കുക, ലൈറ്റൊക്കെ കത്തിച്ച് നോക്കുക കേട്ടോ, കത്തുന്നുണ്ടോ എന്ന് അറിയണ്ടേ. പിന്നെ ഈ കമ്മലുകൾ, ഇതൊക്കെ നമ്മുടെ ഉത്സവപ്പറമ്പുള്ള മെയിൻ ഐറ്റമാണല്ലോ. പിന്നെ ഈ സാധനം, ഈ കടലയുടെ ഈ സാധനം നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കുകയാണ്, നമ്മളിതെല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഞാനൊരു കമ്മൽ വാങ്ങി. നല്ല കളക്ഷനുകളായിരുന്നു കേട്ടോ. നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ എന്തായാലും ഒരു 300, 400 കൊടുക്കേണ്ടതൊക്കെ ഒരു 100 രൂപയ്ക്കൊക്കെ ഉണ്ടോ. ഞാൻ ആ ഒരെണ്ണം വാങ്ങി. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ചുമ്മാ നോക്കും. ഞാൻ ഇക്കായി കാണിക്കുകയാണ്. ഇതൊരെണ്ണം വാങ്ങി എനിക്ക് തന്നത് കണ്ട് ഒരു 300 സംതിങ്ങിനായിരുന്നു. പിന്നെ കുഞ്ഞമ്മണി ഐസ്ക്രീമിന് പറയണം കേട്ടോ, പനിയുള്ളവളാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഓച്ചിറക്കാള. ഇത് ഓച്ചിറയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്. പണ്ട് ഇതൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ നമ്മളെന്തെങ്കിലും ദക്ഷിണ കൊടുക്കും. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കുഞ്ഞമ്മണിക്കുള്ള വള നോക്കണ്ട, അവിടെയുള്ള ഏറ്റവും ചെറിയ സൈസ് വരെ ഒക്കെ വലുതാണ്. പിന്നെ കളിപ്പാട്ടൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ ഈ സംഭവം നിങ്ങൾ കണ്ടോ, മറ്റു മിനിയേച്ചർ സാധനങ്ങളാണ് കേട്ടോ, പാത്രങ്ങൾ. പിന്നെ പാമ്പിനെ കണ്ടിടനെ അവൾ പേടിച്ചുകൂടി. ഇത് നമ്മുടെ ഓച്ചിറ കുളത്തിലെ ആമ്പൽ അവർ പറിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓച്ചിറ കുളത്തിൽ മുഴുവൻ ആമ്പലാണ്. നല്ല ഭംഗിയുണ്ടാകും. പകലൊക്കെ പോകുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ മറ്റേ ഡാൻസ് ചെയ്തിട്ട് മറ്റേ കുലുക്കിയുള്ള സംഭവം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വേണ്ടെങ്കിലും നമ്മൾ പോയി ഒന്ന് ട്രൈ ചെയ്യും. അത്രയും വൈബായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഫാൻസി അത് ഇത് അങ്ങനെയൊക്കെ കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ ഇങ്ങനെ നടന്നു. ഫോണിൽ എപ്പോൾ വേണമെങ്കിലും ഫോൺ ഇങ്ങനെ ഓഫ് ആകും കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ മറ്റേ ഒരു റിസ്കി ആയിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ